എസ്ര എന്ന പുസ്തകത്തിൽ നിന്നുള്ള വായന. 3-ാം അധ്യായം. ബലി സമർപ്പണം. പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ 7-ാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു. യോസാദാക്കിൻ്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും ഷയാൽത്തിയേലിൻ്റെ പുത്രൻ സെറുബാബേൽ തൻ്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ ബലിപീഠം പണിതു. ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചു. അതിന്മേൽ അവർ കർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു. അവർ കൂടാര തിരുനാൾ യഥാവിധി ആചരിച്ചു. അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു. നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിൻ്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു. 7-ാം മാസം 1-ാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇട്ടിരുന്നില്ല. ദേവാലയ നിർമ്മാണം തുടങ്ങുന്നു. പേർഷ്യ രാജാവായ സൈറസിൻ്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലെബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽ മാർഗം ദേവദാരു കൊണ്ടുവരാൻ സീദോന്യർക്കും ടയർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി. അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിൻ്റെ 2-ാം വർഷം 2-ാം മാസം ഷയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും കൂടെ തങ്ങളുടെ മറ്റു സഹോദരന്മാർ, പുരോഹിതന്മാർ, ലേവ്യർ, പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു. കർത്താവിൻ്റെ ആലയം നിർമ്മിക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ 20-ഉം അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു. യശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂദായുടെ മക്കളായ കദ്മിയേലും പുത്രന്മാരും ഹെനാദാദിൻ്റെ പുത്രന്മാരും ലേവ്യരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് മേൽനോട്ടം വഹിച്ചു. കർത്താവിൻ്റെ ഭവനത്തിൻ്റെ ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവ്യരായ ആസാഫിൻ്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു. അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി. കർത്താവ് നല്ലവനല്ലോ, ഇസ്രായേലിൻ്റെ നേരെയുള്ള അവിടുത്തെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു. അനേകർ ആഹ്ലാദത്താൽ ആർത്തു വിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലേവ്യരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്കെ കരഞ്ഞു. സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു. 4-ാം അധ്യായം. ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ്. തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂദായുടെയും ബെഞ്ചമിൻ്റെയും പ്രതിയോഗികൾ കേട്ടു. അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ. ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു. എന്നാൽ സെറുബാബേലും യശുവയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം. അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂദാ ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിൻ്റെ കാലം മുതൽ ദാരിയൂസിൻ്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തു. അഹസ്വേരോസിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂദായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു. പേർഷ്യ രാജാവായ അർത്താക്സർക്സസിൻ്റെ കാലത്തും ബിഷ്ലാം, മിത്രദാദ്, താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി. കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത്. വിവർത്തനവും ഉണ്ടായിരുന്നു. സേനാപതി റഹും, കാര്യദർശി ഷിംഷായി എന്നിവർ
ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു. റഹും, ഷിംഷായി, അവരുടെ അനുചരന്മാർ, ന്യായാധിപന്മാർ, ദേശാധിപതികൾ, സ്ഥാനികൾ, പേർഷ്യക്കാർ, എറക്കിലെ ജനങ്ങൾ, ബാബിലോൺകാർ, എലാമിർ എന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതുന്ന കത്ത്. കത്തിൻ്റെ പകർപ്പാണ് ഇത്. അർത്താക്സർക്സസ് രാജാവിന് നദിക്കക്കരെയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ. അങ്ങയുടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ. കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയും ആയ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു. അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു. മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരുകയില്ല. അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല. അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരമറിയിക്കുന്നു. അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ടുമുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും. അതിനാലാണ് ഈ പട്ടണം നശിച്ചത്. പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കിക്കരെയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്ന് അറിഞ്ഞാലും. രാജാവ് മറുപടി അയച്ചു. സൈന്യാധിപനായ റഹുമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരെയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ. നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു. ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ച് അന്വേഷണം നടത്തി. പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി. നദിക്കക്കരെയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു. ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ. ഇക്കാര്യത്തിൽ അയവ് വരുത്തരുത്. വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും. അർത്താക്സർക്സസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹുമും കാര്യദർശിയായ ഷിംഷായിയും അനുയായികളും ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു. അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പണി നിലച്ചു. പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ 2-ാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു. 5-ാം അധ്യായം. ദേവാലയത്തിൻ്റെ പണി തുടരുന്നു. പ്രവാചകന്മാരായ ഹഗ്ഗായിയും ഇദ്ദോയുടെ മകൻ സക്കറിയായും ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ യൂദായിലും ജെറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു. ഷെയാൽത്തിയേലിൻ്റെ മകൻ സെറുബാബേലും യോസാദാക്കിൻ്റെ മകൻ യശുവയും ജെറുസലേമിൽ ദേവാലയത്തിൻ്റെ പണി പുനരാരംഭിച്ചു. ദേവാലയത്തിൻ്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു. നദിക്കക്കരെയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷെത്താർ ബൊസെനായിയും അനുയായികളും അവരോട് ചോദിച്ചു, ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? കെട്ടിടം പണിയുന്നവർ ആരൊക്കെ എന്നും അവർ തിരക്കി. എന്നാൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ദൃഷ്ടി യൂദാ ശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല. നദിക്കക്കരെയുള്ള പ്രദേശത്തിൻ്റെ അധിപതികളായ തത്തേനായിയും ഷെത്താർ ബൊസനായിയും ഉപാധിപതികളും കൂടി ദാരിയൂസ് രാജാവിന് അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു. ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ. അങ്ങ് അറിഞ്ഞാലും ഞങ്ങൾ യൂദാദേശത്ത് അത്യുന്നത ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി. അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത്. ഉത്തരം വെച്ചു കഴിഞ്ഞു. പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് എന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു. അങ്ങയെ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു. അവരുടെ മറുപടി ഇതായിരുന്നു: ഞങ്ങൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൈവത്തിൻ്റെ ദാസന്മാരാണ്.
വളരെ വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണി തീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്ഥനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽദായനായ ബാബിലോൺ രാജാവ് നബുക്കദ്നേസറിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ 1-ാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. നബുക്കദ്നേസർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച ഷെഷ്ബസാറിനെ ഏൽപ്പിച്ചു. സൈറസ് അവനോട് കൽപ്പിച്ചു, ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറുസലേമിലെ ആലയത്തിൽ വയ്ക്കുക. ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ. ഷെഷ്ബസാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു. അന്നു മുതൽ പണി നടക്കുന്നു. ഇന്നും പൂർത്തിയായിട്ടില്ല. അതിനാൽ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും.